ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളരിക്കുണ്ട് സ്വദേശി മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്ന അഖിൽ ജോയലിന്റെ വെള്ളരിക്കുണ്ട് AKG നഗറിലെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കൊല്ലപ്പെട്ട അഖിലിന്റെ മാതാപിതാക്കളായ ജോയൽ, സാലി എന്നിവരെയും മറ്റു ബന്ധുക്കളെയും അനുശോചനം അറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാരും നോർക്കയും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള മുഴുവൻ നടപടികളും എത്രയും വേഗം സ്വീകരിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ വേഗത്തിൽ ബന്ധുക്കൾക്ക് ലഭ്യമാകും. അഖിൽ ജോയലിന്റെ മൃതദേഹം വിമാനത്തിൽ നാട്ടിലേക്കും തുടർന്ന് വീട്ടിലേക്കും എത്തിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും അഖിലിന്റെ കുടുംബത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവും പൂർണ്ണ സഹകരണം ഉറപ്പാക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. വെള്ളരിക്കുണ്ട് തഹസിൽദാർ KB ദാമു, മറ്റു റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരും കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം MEN ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അഖിൽ ജോയലിന്റെ മരണം കൺഫേം ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് എത്രയും വേഗം വീട്ടിലോട്ട് എത്തിക്കാന്നുള്ളതാണ്, ബോഡി എത്തിക്കാന്നുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അത് സംസ്ഥാന സർക്കാർ നോർക്കയും എംബസിയായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നടപടികൾ നടന്നു വരുന്നുണ്ട്. എത്രയും വേഗം ബോഡി എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ച് വരുന്നുണ്ട്. എത്ര വേഗം വാറുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് അവിടെ ചെയ്യാനുണ്ട്. സാധാരണഗതിയിൽ 2 ആഴ്ചയാണ് എടുക്കാറുള്ളതാണ് MEN അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അതിനേക്കാളും മുന്നേ തന്നെ എത്രയും വേഗം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ബോഡി ഇവിടെ എത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ തന്നെ ചെയ്യും. ഇപ്പം കറക്റ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഫുള്ളായിട്ട് വീട് വരെ ഇപ്പോൾ ഫ്ലൈറ്റ് വഴി ബോഡി എത്തിച്ചിട്ട് ആംബുലൻസിൽ തന്നെ വീട്ടിലോട്ട് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് തന്നെ ചെയ്യും. എക്സ്പെൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ തന്നെ അതിൽ ചെയ്യും. നോർക്ക ഡിപ്പാർട്ട്മെന്റും എംബസിയുമായിട്ടും എല്ലാവരുമായിട്ടും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും വേഗം ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളും ജില്ലാ ഭരണകൂടം അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്.